ഹായ് എവരിവൺ, വെൽക്കം ടു ബെയർ ബുൾ ബ്രേക്ക്ഔട്ട്. ഞാനൊരു സ്വിംഗ് ട്രേഡറാണ്, ഒരു ലോങ് ടേം ഇൻവെസ്റ്ററും കൂടിയാണ്. ഞാൻ എൻ്റെ അനാലിസിസിൽ കണ്ടെത്തുന്ന നല്ല സ്റ്റോക്കുകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഇതൊരു സ്റ്റോക്ക് സജഷനോ റെക്കമെൻഡേഷനോ അല്ല. സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് സബ്ജക്റ്റ് ടു റിസ്ക്. സോ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡു യുവർ ഓൺ റിസർച്ച്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. എക്ലറിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക്. ഇത് ഒരു ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. അതുമാത്രമല്ല, റീസെൻ്റ് ആയിട്ട് അതിലെ പ്രൊമോട്ടർ ഹോൾഡിങ്ങും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്കിലേക്ക് എടുക്കാം. അതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഡീറ്റെയിൽസിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വളരെ കുറവാണ്, 0.02 ആണ്. ഇത് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആണ്. പിന്നെ അതിൻ്റെ പി റേഷ്യോ എന്ന് പറയുന്നത് 3 വർഷത്തെ EPS ആവറേജിനേക്കാളും കുറവാണ്, വളരെ കുറവാണ്. പിന്നെ അതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത്, കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 14% ആണ്. ROCE 34.8% ആണ്. 3 ഇയേഴ്സിലെ ROCEയുടെ കൺസിസ്റ്റൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും 32% ആണ്. ROE 29% ആണ്. 3 ഇയേഴ്സ് ROE 26% ആണ്. അതിൻ്റെ സെയിൽസ് ഗ്രോത്ത് ലാസ്റ്റ് 3 ഇയേഴ്സ് 16% ആണ്. സ്റ്റോക്ക് പ്രൈസിൻ്റെ CAGR നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 3 ഇയേഴ്സ് അതൊരു 28% ആണ്. സോ ഇതെല്ലാം സമ്മപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു ഫണ്ടമെൻ്റലി ഒരു എക്സലൻറ്റ് സ്റ്റോക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. എക്ലറിക്സ് ഒരു IT സർവീസസ് ആൻഡ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതൊരു ഫോർച്യൂൺ 500 കമ്പനീസിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന, അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള AI, ബ്ലോക്ക് ചെയിൻ, അതിലെല്ലാം വളരെ വെൽവേഴ്സ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അത് ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസസ്, ഇൻഷുറൻസ്, ടെലികോം, ഹൈടെക്, ഫാഷൻ ആൻഡ് ലക്ഷറി അങ്ങനെയുള്ള എല്ലാ മേഖലകളും സർവീസും പ്രോഡക്ട്സും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവരുടെ പ്രോഡക്ട്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. GenAI 360, മാർക്കറ്റ് 360, CX 360, അതുപോലെ QA 360, അങ്ങനെ എല്ലാ രീതിയിലും ഉള്ള ഒരു സർവീസസ്, ഒരു IT സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കൂടാതെ അത് ഡേറ്റ അനാലിസിസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. വളരെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറുള്ള ഒരു കമ്പനിയാണ്. നല്ല ഫണ്ടമെൻ്റൽസ് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇനി ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട്സിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മാർച്ച് 2026 ക്വാർട്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിനേക്കാളും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടുതലാണ്. ഇതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിനേക്കാളും ഒരു 0.27% കുറവ് നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷെ അത് നമുക്കെല്ലാവർക്കും അറിയാം, AI ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലൗഡ് തന്നെ വളരെ അഗ്രസീവായിട്ടുള്ള പല പ്രോഡക്റ്റുകളും മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള IT കമ്പനികളെല്ലാം ഇപ്പോൾ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ആണെന്ന് പറയാം, ഒരു ഇവോൾവിങ് ഫേസിലാണ്. അപ്പോൾ അവരുടെ പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നതോടുകൂടി ഇവരും കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരും. ഇപ്പോൾ തന്നെ ഇവരുടെ GenAI 360 പോലുള്ള പ്രോഡക്റ്റുകൾ ഓൾറെഡി മാർക്കറ്റിലുണ്ട്. അപ്പോൾ അവർ കൂടുതൽ R&D ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള കൂടുതൽ പ്രോഡക്ട്സ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചായിട്ട് നമുക്ക് കാണാം. ഇനി അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ ഇയർലി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മാർച്ച് 2025 നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 541 crores ആണെന്നുണ്ടെങ്കിൽ അത് മാർച്ച് 2026 ആയപ്പോൾ 706 മാറിയിട്ടുണ്ട്. EPS എല്ലാം കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ 3 ഇയേഴ്സ് കോമ്പൗണ്ട് സെയിൽസ് ഗ്രോത്ത് എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതെല്ലാം വളരെ നല്ല നമ്പേഴ്സാണ്, വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള നമ്പേഴ്സാണ് കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫ്രീ ക്യാഷ് ഫ്ലോ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അതും ഫ്രീ ക്യാഷ് ഫ്ലോയും കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. സോ ഞാൻ ഈ ഷെയർ മെയിനായിട്ട് ഇന്ന് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ വന്ന ചേഞ്ചാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഡിസംബർ 2025 ക്വാർട്ടറിനെ അപേക്ഷിച്ച് മാർച്ച് 2026 ക്വാർട്ടറിൽ അവരുടെ പ്രൊമോട്ടർ ഹോൾഡിങ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ FIAസും അവർ കൂടുതലായിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. DAS ഓബിയസ്ലി അവർ കുറച്ച് പെർസെൻറ്റേജ് ഓഫ് ഷെയർസ് സെല് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ഷെയർ കുറഞ്ഞിട്ടുണ്ട്, അത് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഷെയറിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിങ്ങും DAS FIAs അവരുടെ ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ പബ്ലിക്കിൻ്റെ ഹോൾഡിംഗ് കുറഞ്ഞു വരുന്നതും അതൊരു നല്ലൊരു സൈനാണ്, ഒരു പോസിറ്റീവ് സൈനാണ്. തീർച്ചയായും അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ നമുക്ക് തുറന്നു വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്ത ഡിവിഡൻഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ജസ്റ്റ് നമ്മൾ ഈ ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, എൻട്രി പോയിൻ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം
ഗുഡാണ്. അവിടെ ഒരു റെഡ് ഫ്ലാഗോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ കൂടുതൽ അനലിസ്റ്റും എല്ലാം ഇത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡിവിഡൻറ്റിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാ വർഷവും ക്യാഷ് ഡിവിഡൻറ്റ് അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. 1 രൂപ വെച്ചിട്ടാണ് പെർ ഷെയർ ആണ് അവർ എല്ലാ വർഷവും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ ടെക്നിക്കൽ ചാർട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇതൊരു കൺസോളിഡേഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇതിൽ. ആൻഡ് ഇതിൻ്റെ ഒരു വാല്യൂഷനും നല്ലതാണ്. 1474 എന്ന് പറയുന്ന ഒരു റേറ്റിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇതിനൊരു 1400-നടുത്ത് ഒരു സപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ സപ്പോർട്ട് സോണിൽ ഒരുപാട് തവണ സപ്പോർട്ട് എടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇൻ കേസ് അത് താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും 1073 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് സോണിൽ നമുക്ക് അത് 1-2 തവണ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാണാൻ പറ്റും. ഇവിടെ ഒരു റെസിസ്റ്റൻസും അവിടെ മേക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 1073 എന്ന് പറയുന്ന ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് മാറും. ഇൻ കേസ് അത് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു 1967 പിന്നെ 2400 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിലേക്ക് അത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് ക്ലറക്സ് എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ്. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, മറിച്ച് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് ആയിരിക്കും. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള, റീസെൻ്റായിട്ട് പ്രൊമോട്ടേഴ്സ് അവരുടെ ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് നിങ്ങളുടെ റിസർച്ചുകൾ നടത്തി ബെറ്റർ ആയിട്ടുള്ള ഒരു സമയത്ത് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ല ഒരു ഐഡിയ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്റ്റോക്കുമായിട്ട് കാണാം.